നന്മ മാത്രമേ, നന്മ മാത്രമേ, നന്മയല്ലാതൊന്നുമേ നീ ചെയ്തയില്ല. എന്തു പാപിച്ചെന്നാലും എന്തു സഹിച്ചെന്നാലും എല്ലാം യേശുവേ നന്മയ്ക്കായിട്ടല്ല. സുഭാഷിതം. യോവേൽ പ്രവചനം 2-ാം അധ്യായത്തിൽ വെട്ടുക്കിളികളും പുഴുക്കളും യഹൂദാദേശത്ത് വരുത്താൻ പോകുന്ന ഭയാനകമായ ശൂന്യതയെക്കുറിച്ചുള്ള കൂടുതൽ വിവരണങ്ങളാണ് 1 മുതൽ 11-ാം വാക്യം വരെ എഴുതിയിരിക്കുന്നത്. പ്രവാചകൻ അതിനെ കർത്താവിന്റെ ദിവസം എന്ന് വിശേഷിപ്പിക്കുന്നു. അതിനെക്കുറിച്ച് 2-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇരുട്ടും അന്ധകാരവുമുള്ള ഒരു ദിവസം, മേഘവും കൂരിരുട്ടുമുള്ള ഒരു ദിവസം തന്നെ. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവത്തിന്റെ ന്യായവിധിയുടെ പ്രതീകമായിട്ടാണ് ഈ ദിവസത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ കഠിനമായ ന്യായവിധിയിലായിരിക്കുമ്പോഴും ജനങ്ങളോട് ഒരു ഗൗരവമേറിയ ആഹ്വാനമാണ് 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരുവീനെന്ന് യഹോവയുടെ അരുളപ്പാട്. വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരുവീൻ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയും ഉള്ളവനല്ലോ. അവൻ അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കും. സോ റെൻഡ് യുവർ ഹാർട്ട് ആൻഡ് നോട്ട് യുവർ ഗാർമെന്റ്സ്. റിട്ടേൺ ടു ദ ലോർഡ് യുവർ ഗാഡ്, ഫോർ ഹി ഈസ് ഗ്രേഷ്യസ് and merciful, slow to anger and of great kindness, and he relents from doing harm. ഉപവാസം, കരച്ചിൽ എന്നിവയിലൂടെ ദൈവത്തിലേക്ക് മടങ്ങുവാൻ തന്റെ ജനത്തെ പ്രേരിപ്പിക്കുന്നു. വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറി ദൈവത്തിങ്കിലേക്ക് അടുക്കുവാനുള്ള ആഹ്വാനം. ആത്മാർത്ഥമായ അനുതാപത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. കർത്താവ് കൃപയുള്ളവനും കരുണയുള്ളവനും കോപത്തിന് സാവധാനമുള്ളവനുമാകുന്നു. സ്നേഹത്തിൽ സമ്പന്നനായതുകൊണ്ട് അനുതപിച്ചു വരുന്ന ആരെയും ദൈവം കൈവിടുകയില്ല. അവരുടെ മാനസാന്തരത്താൽ ദൈവം ന്യായവിധി നീക്കം ചെയ്യുമെന്നും അതുമൂലം അവരുടെ മേലുണ്ടായ മുറിവുകൾ പരിഹരിക്കപ്പെടുമെന്നും അവർക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നൽകുമെന്നുമുള്ള വാഗ്ദാനമാണ് 18 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ. ഈ അധ്യായം ഒരു ശ്രദ്ധേയമായ പ്രവചനത്തോടു കൂടിയാണ് അവസാനിക്കുന്നത്. ദൈവം തന്റെ ആത്മാവിനെ എല്ലാവരുടെയും മേൽ പകരുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ആത്മാവിനെ പകരുമെന്ന് അരുളി ചെയ്തിരിക്കുന്നു. കർത്താവിന്റെ വലുതും ഭയങ്കരവുമായ ദിവസത്തിനു മുമ്പേ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടുമെന്നുള്ള പ്രത്യാശ നൽകിക്കൊണ്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. യോവേൽ പ്രവചനം 2:28 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പകർച്ച അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ നിവൃത്തീകരിച്ചിരിക്കുന്നു. പത്രോസ് 11 പേരോടുകൂടെ നിന്നുകൊണ്ട് ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതത്രേ എന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 2:17 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. കർത്താവിന്റെ ന്യായവിധിയുടെ ദിവസം വന്നു ഭവിക്കുന്നതിന് മുൻപേ അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും. പൗലോസ് അത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. ന്യായവിധിയിൽ അകപ്പെടാതിരിക്കുവാനുള്ള ഏക മാർഗം യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക എന്നുള്ളതാകുന്നു. ആകയാൽ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, യേശുക്രിസ്തുവിനെ ഞങ്ങൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ രക്ഷകനായിരിക്കിയാൽ ന്യായവിധിയിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ.
എൻ്റെ